ഹലോ ഹലോ മക്കളെ, ഇന്ന് 2ാം ക്ലാസ്സിൽ ഉത്ഗ്രഥനം 1ാം ദിവസമായിരുന്നു അല്ലേ? എല്ലാവരും പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോ? എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് വന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് മിട്ടുവിൻ്റെ യാത്ര എന്ന പ്രവർത്തനമാണ്. അതിലൊരു പാരഗ്രാഫ്, ഒരു കുഞ്ഞി കഥ കൊടുത്തിട്ടുണ്ട്, കുറച്ച് ചോദ്യങ്ങളും തന്നിട്ടുണ്ട്. നമുക്കൊന്ന് വായിക്കാം. പ്രവർത്തനം 1, മിട്ടുവിൻ്റെ യാത്ര. മഴ തോർന്നു, മാനത്ത് മഴവില്ല് തെളിഞ്ഞു. മഴവില്ലിൻ്റെ ഒരറ്റം അടുത്തുള്ള വലിയ മാവിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും? മിട്ടുപൂച്ച ആലോചിച്ചു. മഴവില്ലിൻ്റെ അറ്റം തേടി അവൻ ഓട്ടം തുടങ്ങി. പച്ച പുൽമേടും കടന്ന് അവൻ കുഞ്ഞരുവിയുടെ കരയിലെത്തി. അവിടെ ഒരു തവളയെ കണ്ടു. തവളച്ചാരേ, മഴവില്ലിൻ്റെ അറ്റത്ത് എന്താണുള്ളത്? നിറയെ മുത്തുകളാണത്രേ, തവള പറഞ്ഞു. മറുപടിയിൽ തൃപ്തിയാകാതെ മിട്ടു വീണ്ടും ഓടി. മഞ്ഞപ്പൂക്കളുള്ള പാടവും ചെന്തെങ്ങിൻ തോപ്പും കടന്ന്. ഇനി നമുക്ക് ഇതിലത്തെ ചോദ്യങ്ങൾ എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ആകാശത്ത് മഴവില്ല് തെളിഞ്ഞത് എപ്പോൾ? എപ്പോഴാണ്? മഴ തോർന്ന സമയത്ത്. രണ്ടാമത്തെ ചോദ്യം, മിട്ടുപൂച്ച ആലോചിച്ചത് എന്താണ്? മഴവില്ലിൻ്റെ മറ്റേ അറ്റത്ത് എന്തായിരിക്കും എന്നാണ് മിട്ടുപൂച്ച ആലോചിച്ചത്. ആകാശം എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ്? മാനം. മിട്ടുവിൻ്റെ ചോദ്യത്തിന് തവള നൽകിയ മറുപടി എന്താണ്? നിറയെ മുത്തുകളാണത്രേ. അഞ്ചാമത്തെ ചോദ്യം, ചിത്രത്തിൽ കാണുന്ന ആശയം വരുന്ന വാക്യം കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഈ ചിത്രത്തിൽ പറയുന്ന ഈ തന്ന ആശയം എന്താണ്? മഴവില്ലിൻ്റെ ഒരറ്റം അടുത്തുള്ള വലിയ മാവിൻ്റെ മുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇതാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി പ്രവർത്തനം 2, വാഹനങ്ങൾ എന്നാണ് പ്രവർത്തനത്തിൻ്റെ പേര്. തിരിച്ചു വരുന്ന വഴിയിൽ മിട്ടു കണ്ട വാഹനങ്ങൾ നോക്കൂ. എന്താണ്? ഒരു JCBയും ഒരു ആംബുലൻസുമാണ് കണ്ടിട്ടുള്ളത് അല്ലേ? മണ്ണുമാന്തി യന്ത്രം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, ചിത്രത്തിലുള്ള വാഹനങ്ങളുടെ പേരും ഉപയോഗങ്ങളും എഴുതുക. അപ്പോൾ ഇവിടെ JCB, മറ്റേ ഭാഗത്ത് ആംബുലൻസ് എന്ന് എഴുതുക. JCBയുടെ ഉപയോഗങ്ങൾ: മണ്ണു മാന്താൻ ഉപയോഗിക്കുന്നു, വലിയ മരങ്ങളും മറ്റും എടുത്തു മാറ്റാൻ ഉപയോഗിക്കുന്നു, വീടിന് തറ പണിയാൻ, തറ കീറാൻ ഉപയോഗിക്കുന്നു, കുഴി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഉപയോഗങ്ങൾ എഴുതാം. ആംബുലൻസ് അപകടം പറ്റിയ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ അത്യാസന്നമായ രോഗികളെ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ സഹായിക്കുന്നു. മരിച്ച ആളുകളെ ആശുപത്രികളിൽ നിന്നും വീടുകളിൽ എത്തിക്കാനും ഉപയോഗിക്കുന്നു. പ്രവർത്തനം 3, പട്ടിക പൂർത്തിയാക്കാം. പുതുവത്സര ദിനത്തിലാണ് റയാൻ്റെ പിറന്നാൾ. പുതുവത്സര ദിനം എന്നാണ് പുതുവത്സര ദിനം? ഹാപ്പി ന്യൂ ഇയർ ഒക്കെ നമ്മൾ പറയാറില്ലേ? ന്യൂ ഇയർ. പുതുവത്സര ദിനം ജനുവരി 1. ഇതുപോലെ പ്രാധാന്യമുള്ള മറ്റു ദിനങ്ങൾ ചേർത്ത് പട്ടിക പൂർത്തിയാക്കുക. തീയതി, പ്രാധാന്യം. ജനുവരി 26 എന്താണ്? റിപ്പബ്ലിക് ദിനം. സ്വാതന്ത്ര്യദിനം എന്നാണ്? ആഗസ്റ്റ് 15. ഒക്ടോബർ 2ന്റെ പ്രാധാന്യം എന്താണ്? ഗാന്ധി ജയന്തി. പിന്നെ ശിശുദിനം എന്നാണ്? നവംബർ 14. അടുത്ത പ്രവർത്തനം 4, ശുചിയാക്കാം. മാലിന്യങ്ങളെ ഉചിതമായ പെട്ടിയിലേക്ക് വരച്ചു ചേർക്കുക. അജൈവ മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ. അവിടെ പേപ്പർ തന്നിട്ടുണ്ട്, പ്ലാസ്റ്റിക് കുപ്പി, പഴത്തോല്,
മുട്ടത്തോട്, ഇലകൾ, പാലിൻ്റെ കവർ, പേന, ഒഴിഞ്ഞ പേന. അപ്പം നമ്മൾ അജൈവ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ മണ്ണിൽ ലയിച്ചു ചേരാത്ത മാലിന്യങ്ങളാണ്. ജൈവ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ മണ്ണിൽ ലയിച്ചു ചേരുന്ന മാലിന്യങ്ങളാണ്. പേപ്പർ, പഴത്തോല്, മുട്ടത്തോട്, ഇലകൾ ഇതെല്ലാം മണ്ണിൽ ലയിച്ചു ചേരുന്നതാണ്. ഇതൊക്കെ ജൈവ മാലിന്യങ്ങളാണ്. ഇനി പ്ലാസ്റ്റിക് കുപ്പി, പാലിൻ്റെ കവർ, പേന ഇതെല്ലാം അജൈവ മാലിന്യങ്ങളാണ്. സ്കൂളിൽ സ്ഥാപിക്കുന്നതിനായി ഒരു ശുചിത്വ ബോർഡ് തയ്യാറാക്കുക. അപ്പോൾ ഇതുപോലുള്ള മാലിന്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് കാണുന്ന ഒരു ചിത്രമാണല്ലോ ഇത്. അതുകൊണ്ട് നമുക്ക് അതുപോലെയുള്ള ഒരു ബോർഡ് തയ്യാറാക്കാം. മാലിന്യങ്ങൾ വലിച്ചെറിയരുത്. ഇനി കഥ പൂർത്തിയാക്കാം. മിട്ടു, മിട്ടു, റയാൻ വിളിച്ചു. മിട്ടു എവിടെ? എന്നും താൻ വരുന്നത് കാത്തിരിക്കുന്ന മിട്ടുപൂച്ചയെ കാണുന്നില്ലല്ലോ. അവൻ അടുക്കളയിലും വരാന്തയിലും മുറ്റത്തും മിട്ടുവിനെ തിരഞ്ഞു. അവന് എന്തു പറ്റി? ഈ കഥയുടെ ബാക്കി ഭാഗം എഴുതുക. കഥയുടെ ബാക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം. അപ്പോൾ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡും അതുമാതിരി കുറച്ച് ബർത്ത്ഡേ സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് റയാൻ്റെ ബർത്ത്ഡേ ആണോ അതോ മിട്ടുവിൻ്റെ ബർത്ത്ഡേ ആണോ? അപ്പം നിങ്ങൾ അതിനനുസരിച്ച് മിട്ടു എവിടെ പോയിട്ടുണ്ടാകും എന്ന് ഇവൻ ആലോചിക്കുകയാണ്. അതിനെ പറ്റിയിട്ടാണ് കഥ എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തരും അവനവൻ്റെ ഇഷ്ടം പോലെ എഴുതാം. ഇനി കഥയ്ക്ക് യോജിച്ച പേര് നൽകാം. ഈ കഥയ്ക്ക് യോജിച്ച പേര് മിട്ടുപൂച്ച എന്ന് കൊടുക്കാം, മിട്ടുവും റയാനും എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് അടുത്ത പരീക്ഷ കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോയുമായി കാണാം. ഓക്കേ.